വെൽക്കം ടു ദി വുമൺ ഓഫ് ഓണർ സീരീസ്. ഇന്ന് എനിക്ക് സന്തോഷമായിട്ടൊരു കാര്യം നിങ്ങളുമായിട്ട് ഷെയർ ചെയ്യണമെന്ന് തോന്നുന്നു. അതായത് നമ്മൾ ദൈവവുമായിട്ട് എങ്ങനെ നമ്മുടെ ബന്ധം സ്ഥാപിക്കാമെന്നുള്ളതാണ്. എല്ലാ ബന്ധം ഉണ്ടെങ്കിൽ അതിനെ എങ്ങനെ നമ്മൾക്ക് കൂടുതലായിട്ട് യൂസ്ഫുള്ളാക്കിയിട്ട് അത് പുതുക്കുവാൻ സാധിക്കുന്നുള്ളതാണ്. അതിനെക്കുറിച്ച് പറയുമ്പോൾ നമ്മളുടെ എല്ലാ ദിവസത്തെയും കാര്യങ്ങളിൽ ഇത് ഏകദേശമൊക്കെയും ആവശ്യമാണെന്നുള്ളതാണ്. ഒന്നാമതായി, വാക്ക് വിത്ത് ഗോഡ് വെൻ യുവർ ഹാർട്ട് നീഡ്സ് കമ്പനി. നമ്മളുടെ ഹൃദയം ഒരു കമ്പനി ആഗ്രഹിക്കുമ്പോൾ, അല്ലെങ്കിൽ ഒരു കൂട്ട് ആഗ്രഹിക്കുമ്പോൾ ദൈവത്തോടു കൂടെ നടക്കുക. രണ്ടാമതായിട്ട്, ടേൺ ടു ഗോഡ് വെൻ യു നീഡ് സമ്മൺ ടു ലീൻ ഓൺ. നമുക്ക് ആരുടെയും ചുമരിലേക്ക് ചാരണം, അല്ലെ തോളിലേക്ക് ചാരണമെന്നുള്ള ഒരു ഫീല് തോന്നുന്ന സമയത്ത്, അല്ല അങ്ങനത്തെ ഒരു അവസ്ഥയിലായിരിക്കുമ്പോൾ നമ്മൾ ദൈവത്തിൻ്റെ അടുത്തേക്ക് തിരിയുക, അവൻ്റെ മേൽ നമ്മൾ ചാരുക, എന്നിട്ട് നമ്മളെ തന്നെ അവങ്കിലേക്ക് ആക്കുക. ലീൻ ഓൺ ഹിം. മൂന്നാമതായിട്ട്, ടേക്ക് ഹിസ് ഹാൻഡ് വെൻ യു ഫീൽ അലോൺ. നമ്മൾ ഒറ്റയ്ക്കേ ഉള്ളൂ. ഇന്ന് നമ്മളുടെ ചുറ്റുപാട് നോക്കിയാൽ പ്രത്യേകിച്ച് നമ്മുടെ സംസ്ഥാനത്ത് എവിടെ ആയാലും അനേകർ ഒറ്റയ്ക്ക് താമസിക്കുന്നതായ ഒരു കാലയളവാണെന്ന് പറയാം. അതായത് ലോൺലിനെസ് അധികം ഫീൽ ചെയ്യുന്ന ഒരു കാലമാണ്. അപ്പോൾ നമ്മൾ എന്താണ് ചെയ്യേണ്ടത്? ടേക്ക് ഹിസ് ഹാൻഡ് വെൻ യു ഫീൽ അലോൺ. നമ്മൾ ഒറ്റയാണെന്ന് തോന്നുമ്പോൾ ദൈവത്തിൻ്റെ കരം പിടിച്ചിട്ട് നമുക്ക് ഫീൽ ചെയ്യാൻ പറ്റും അവൻ നമ്മുടെ കൂടെ ഉണ്ടെന്നുള്ളത്. നാലാമതായി, ഹീസ് ദെയർ വെൻ യു നീഡ് ഹിം മോസ്റ്റ്. നമുക്ക് ഏറ്റവും അത്യാവശ്യമായിട്ട് നമുക്കൊരാളുടെ സഹായം ആവശ്യമുണ്ട്, നമുക്കൊരു എന്ത് കാര്യത്തിനായാലും നമുക്ക് കൂടെ ഒരാൾ വേണമെന്നുള്ളപ്പോൾ ദൈവം നമ്മുടെ കൂടെ തന്നെ നിൽക്കും. അവനെ ദൂരേക്ക് പോകുന്നവനല്ല, ഇട്ടിട്ട് പോകുന്നവനല്ല. അവനെപ്പോഴും നമ്മുടെ കൂടെ നിൽക്കും. നമ്മൾ വിശ്വസിച്ചാൽ മാത്രം മതി എന്നുള്ള ദൈവം നമ്മളെ ശക്തീകരിച്ച് നമ്മുടെ കൂടെ നിൽക്കും. അപ്പോൾ ഹീസ് ദെയർ വെൻ യു നീഡ് ഹിം മോസ്റ്റ്. അഞ്ചാമതായിട്ട്, നെവർ ഗീവ് അപ്പ്, നെവർ ബാക്ക് ഡൗൺ, നെവർ ലോസ് ഫെയ്ത്ത്. ഒരിക്കലും വിട്ടുകളയരുത്. നമ്മൾ ബാക്ക് ഡൗൺ ആയിട്ട് പിന്തിരിയരുത്. അതുപോലെ തന്നെ നമ്മളുടെ വിശ്വാസം നഷ്ടപ്പെടുത്തരുത്. നമ്മൾ ദൈവത്തിലുള്ള വിശ്വാസം നഷ്ടപ്പെടുത്തിയാൽ നമ്മൾ നിരാശയിലേക്ക് പോകുന്നുള്ളതാണ്. അങ്ങനെ ഒരു രീതിയിലേക്ക് പോകാതെ നമ്മൾ പ്രത്യാശയുള്ളവരായി ദൈവത്തിൽ നമ്മളുടെ ഫെയ്ത്തിനെ പൂർണ്ണമായിട്ട് അവനിൽ അർപ്പിച്ചുകൊണ്ട് നമ്മളുടെ ജീവിതത്തിനൊരു പുതിയ അർത്ഥം കണ്ടുകൊണ്ട് ഏറ്റവും സ്മൂത്തായിട്ട് നമ്മളുടെ ജീവിതം കൊണ്ടുപോകാനായിട്ട് നമുക്ക് സാധിക്കുന്നുള്ളതാണ്. സ്ഥിരമാനസൻ യഹോവയിൽ ആശ്രയിക്കുന്നതാണ് യെശയ്യാ പ്രവചനത്തിൽ പറയുന്നത്. അപ്പോൾ നമുക്കൊരു സ്ഥിരമായിട്ടുള്ള മനസ്സുണ്ടായിരിക്കേണ്ടത് ആവശ്യമാണ്. അപ്പോൾ ഒരിക്കലും നമ്മൾ ദൈവത്തെ വിശ്വസിക്കുന്ന അവനിലുള്ള വിശ്വാസം നഷ്ടപ്പെടുത്തരുത്. അതുപോലെ തന്നെ ആറാമതായിട്ട്, ട്രസ്റ്റ് ഗോഡ്, ഹി ക്യാൻ ഡൂ ദ ഇമ്പോസിബിൾ. ദൈവത്തിന് സകലതും സാധ്യമെന്നും അസാധ്യങ്ങളെ ചെയ്യുവാനായിട്ട് സാധിക്കുന്ന ദൈവമാണ് നമ്മുടെ കൂടെയുള്ളതെന്നും നമ്മൾ പൂർണ്ണമായിട്ടും വിശ്വസിക്കണം. ട്രസ്റ്റ് ഗോഡ്, ദെൻ ഹി വിൽ ഹെൽപ്പ് അസ്. അപ്പോൾ നമ്മളുടെ ജീവിതത്തിൽ, നമ്മുടെ ദൈനംദിന ജീവിതത്തിൽ, നമ്മളുടെ എല്ലാ സാഹചര്യങ്ങളിലും നമ്മളെ സഹായിക്കാനായിട്ട് നമ്മുടെ ദൈവം കൂടെയുണ്ട്. അവനിൽ വിശ്വസിക്കാം. അവനെ നമുക്ക് പൂർണ്ണമായി വിശ്വസിക്കാവുന്ന ഒരു വ്യക്തിത്വമാണല്ലോ. പരിശുദ്ധാത്മാവ് നമ്മോട് കൂടെ ഇരിക്കട്ടെ. എല്ലാവരെയും അനുഗ്രഹിക്കട്ടെ. ബൈ ടു ഓൾ. ഈ വീഡിയോ ഇഷ്ടമായാൽ ലൈക്ക് ചെയ്യാൻ മറക്കരുത്. എല്ലാവരെയും ദൈവം അനുഗ്രഹിക്കട്ടെ.